ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജാനുവരി 12, 2026. ഞങ്ങളുടെ നീസിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പോയി വന്നതേ ഉള്ളൂ. അങ്ങനെ എപ്സിയുടെയും ലെബിനിൻ്റെയും വിവാഹം പരിപാവനമായ വിവാഹ കൂതാശകളോടെ അതീവ മനോഹരമായും ഭക്തിപരമായും ഡോക്ടർ തോമസ് മാർ അത്തനേഷ്യസ് മെത്രാപ്പോലിത്തയുടെ പ്രധാന കാർമ്മികത്വത്തിൽ മീനടം സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൽ വെച്ച് നടത്തപ്പെട്ടു. വിവാഹ ശുശ്രൂഷയിലെ വിവിധ കൂതാശകളായ മോതിരം വാഴ്വും കിരീടം വാഴ്വും അതിൻ്റെ പാട്ടുകളും എല്ലാം കാണാപ്പാടം അറിയാമെങ്കിലും അപ്സിയുടെയും ലെബിൻ്റെയും മോതിരം വാഴ്വും കിരീടം വാഴ്വും മിന്നുകെട്ടും എല്ലാം നടന്നപ്പോൾ ഈ കൂതാശകളെ ആദ്യമായി കാണുന്ന പ്രതീതിയിൽ വന്നുകൂടിയ ബന്ധുമിത്രാദികൾ എല്ലാവരും നിശബ്ദവും അതീവ ജാഗ്രതയോടും ഭക്തിയോടും കൂടി സംബന്ധിച്ചു എന്നുള്ളതാണ് വാസ്തവം. വിവാഹ കൂതാശയ്ക്ക് ശേഷം തിരുമേനിയുടെ സാരോപദേശവും അതീവ ശ്രദ്ധേയമായി. തിരുമേനി പറഞ്ഞ ഒരു ഉപദേശം ഈ മോഡേൺ കാലഘട്ടത്തിന് തികച്ചും പ്രസക്തമായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഭാര്യയോ ഭർത്താവോ തെറ്റ് ചെയ്തതായി തോന്നിയാൽ അതിനെപ്പറ്റി കണിശമായും രണ്ടുപേരും അന്യോന്യം സംസാരിച്ച് രമ്യതയിലെത്തണമെന്ന്. വാവ്, എത്ര നല്ല ഉപദേശം! സാധാരണ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൊണ്ടാണ്. അപ്പോൾ തെറ്റ് കണ്ടെന്നാൽ ഭാര്യയോ ഭർത്താവോ ആരായിരുന്നാലും അത് ചൂണ്ടിക്കാണിക്കണമെന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം വൈൻ ടേസ്റ്റിങ്ങും കേക്ക് കട്ടിങ്ങും ദീപം തെളിയിക്കലും ഒക്കെയായി നവവധൂവരന്മാരുടെ സന്തോഷകരമായ ജീവിതത്തിന് തുടക്കം കുറിച്ചു. അതിന് തൊട്ട് പിന്നാലെ വേണ്ട ഒരു അനൗൺസ്മെന്റ്. കപ്പിൾസ് ഇപ്പോൾ അവരുടെ ഫസ്റ്റ് ഡാൻസ് എല്ലാവരുടെയും മുമ്പിൽ ചെയ്യുന്നതായിരിക്കുമെന്ന്. എന്റെ പൊന്നെ, എന്റെ കണ്ണു തള്ളിപ്പോയി. കപ്പിൾസ് ഡാൻസ് ഞാൻ ഇതിനു മുമ്പ് കണ്ടിരിക്കുന്നത് അമേരിക്കയിലാണ്. ദ വെസ്റ്റേൺ സ്റ്റൈൽ അഡാപ്ഷൻ വാസ് സോ ക്യൂട്ട്. അങ്ങനെ അവർ രണ്ടുപേരും മനോഹരമായിട്ട്, ചെറിയ നാണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, എങ്കിലും എല്ലാവരുടെയും മുമ്പിൽ അവരുടെ ഫസ്റ്റ് ഡാൻസും ചെയ്തു. അങ്ങനെ ഒരു വിവാഹത്തിന് പോയതുകൊണ്ട് ഞങ്ങളുടെ ബന്ധുമിത്രാദികളെ എല്ലാവരെയും കാണാൻ സാധിച്ചു എന്നുള്ളത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്സിയും ലെബിനും സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു. എന്നിട്ട് എൻ്റെയും ഹസ്ബൻഡിൻ്റെയും കൂടെ നിന്ന് ഫോട്ടോസ് എടുത്തു. അതിന് കാരണം എൻ്റെ ഹസ്ബൻഡിന് സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടായതിനാലാണ്. അവരുടെ ആ എളിമ ഹൈലി അപ്രിഷിയേറ്റഡ്. ദൈവം അപ്സിക്കും ലെബിനും ആയുസ്സും ആരോഗ്യവും സന്തോഷവും നിറഞ്ഞ ഒരു കുടുംബജീവിതം നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗോഡ് ബ്ലസ് ദം.